ഞാൻ ചോദിക്കുന്നത് പാണക്കാട് കുടുംബത്തിന് എങ്ങനെയാണ് ചോദ്യം ചെയ്തത്? ഞങ്ങളെ വിഷമം പങ്കുവെക്കണ്ടേ? ഞാൻ മുസ്ലിം ലീഗിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. മുസ്ലിം ലീഗ് തന്നെ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അതിലൊന്നും ഞാൻ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു പാർലമെന്ററി വ്യാമോഹവും വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയല്ല, ഒരു വനിതയല്ല. എന്റെ സംഘടനയെ ഞാൻ നാലെണ്ണം സംരക്ഷിച്ചു കൊണ്ടുനടക്കും. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടിയതിൽ ഒരാൾ വന്നപ്പോഴും അതൊക്കെ സത്യം, അത് വളരെ അസത്യമാണ്. അത് വളരെ അസത്യമായ പ്രചാരണമാണ്. സമൂഹ മാധ്യമത്തിൽ എന്തും പറഞ്ഞത് നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മേലെ നിന്നുള്ള ദൈവം മറുപടി പറഞ്ഞോളൂ. മറ്റൊന്ന്, ഈ ചില ഇടതു നേതാക്കൾ താങ്കളെ സമീപിച്ചുവെന്നും അവരുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു രീതിയിലും എത്ര വലിയ കാര്യങ്ങൾ എന്റെ മുന്നിൽ വെച്ച് നീട്ടിയാലും ഞാൻ സ്വീകരിക്കാത്ത ഒരാളാണ്. സ്വീകരിക്കുകയും ചെയ്യില്ല. അത് ഉറപ്പിച്ച് പറയാവുന്ന ഒന്നാണ്. ഇനി എത്ര വലിയ പോസ്റ്റുകളോ നിങ്ങൾ വിചാരിക്കുന്ന അതിലുള്ള സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല ഞാൻ. വ്യാമോഹങ്ങളില്ല. പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടി എന്റെ ഈ ആയുസ് മുഴുവൻ ഞാൻ പാർട്ടിക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. അതിലും പുതിയ തലമുറ സംസാരിച്ച അതിലൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാരമ്പര്യം കാര്യത്തൊക്കെ പറയുമ്പോൾ തന്നെ പാണക്കാട് കുടുംബത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പാരമ്പര്യ ലീഗിനില്ലല്ലോ, അതിനെയല്ല ഇപ്പൊ മറിച്ചിരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പാണക്കാട് കുടുംബത്തിന് എങ്ങനെയാണ് ചോദ്യം ചെയ്തത്? ഞങ്ങളെ വിഷമം പങ്കുവെക്കണ്ടേ? ഞങ്ങളുടെ വിഷമം പങ്കുവെച്ചെന്നല്ലേ. പാണക്കാട് കുടുംബത്തിന് ഒരിക്കലും ഞാൻ ബഹുമാനിച്ച പോലെ, ഞാൻ ആദരിച്ചതുപോലെ, ഞാൻ അനുസരിച്ചതുപോലെ, ഞാനെന്ന് പറഞ്ഞത് ഞാൻ അടങ്ങുന്ന വനിതാ ലീഗാണ്. ഇത് ഞാൻ എന്നല്ല പറയുന്നത്, വനിതാ ലീഗ്. വനിതാ ലീഗ് പാണക്കാട് കുടുംബത്തെയും മുസ്ലിം ലീഗ് നേതൃത്വത്തെയും അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ച് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി പ്രവർത്തിച്ച് പന്തലിപ്പിച്ച സംഘടനയാണ് വനിതാ ലീഗ്. അല്ലാണ്ട് ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച തകരകളല്ല ഞങ്ങളാരും. ഈ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി PMS സമീറിന് ആരും അറിയില്ല എന്നുള്ളൊരു ആക്ഷേപം. അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതിന് നാട്ടിലുള്ള എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. എനിക്കെന്റെ വനിതാ ലീഗിനേ ഉള്ളൂ. അസത്യം കാണുന്നവർ തുറന്നു പറയണം. അതാണ് ഇസ്ലാമിലെ തത്വം. ഇസ്ലാമിലെ ഏറ്റവും പഠിപ്പിച്ച എല്ലാ സൂറത്തിലും ഞാൻ ആരെയും പഠിപ്പിക്കേണ്ടിയില്ല. സത്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാത്തവർ, അസത്യം പറയുന്നവർ, അസത്യത്തിന് കൂടി നിൽക്കുന്നവർ എല്ലാവർക്കും പണ്ട് പറയും പരലോകത്താണ്, ഇന്ന് ഈ ലോകത്ത് തന്നെ കൊടുത്തു. ഒരിക്കലും വന്നോട്ടെ. വസ്തുത എന്ന് വെച്ചാൽ അവര് പറയട്ടെ. എന്നാൽ അവരെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? അവര് ദളിത് സ്ത്രീയായിട്ടാ വന്നത്, ദളിത് ലീഗിലൂടെയാ വന്നത്. അവരെ ദേശീയ നേതൃത്വത്തിലേക്ക് എടുത്തതാരാണ്? എന്റെ കയ്യിൽ എല്ലാ വോയിസ് റെക്കോർഡും ഉണ്ട്. ദേശീയ കൌൺസിലിലേക്ക് അവരെ കൊണ്ടുവരാനായി ശക്തമായി വാദിച്ചതാരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പാർട്ടിക്കകത്ത് ചെയ്യുന്ന എല്ലാം ഈ മീഡിയന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാനെന്ന ഐഡന്റിറ്റി ഞാൻ മറ്റുള്ളവരിലായി മാറും. പക്ഷെ നിങ്ങൾ എന്താ പറയുന്നത്? സമൂഹ മാധ്യമത്തിൽ ഒരുപാട് വെട്ടുകിളിക്കൂട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് പറയാൻ അറിയാത്തൊന്നുമല്ല. നമ്മളൊക്കെ പ്രായം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളെയും പ്രതികരിക്കാൻ അറിയായിട്ടില്ല. പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പ്രതികരിക്കാൻ തന്നെ ഞങ്ങൾക്ക് കുറെ പണികളുണ്ട്. കുടുംബം പോറ്റണം. വനിതാ സ്ഥാനാർത്ഥികളാണ് ലീഗിന് നിലവിലുള്ളത്. അവരുടെ പ്രചാരണത്തിന് ഇറങ്ങുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ആ ചോദ്യം ഉത്തരം ഇപ്പം പറയാൻ ആയിട്ടില്ല. ഒരു തീരുമാനവും ഇല്ല. ഞാൻ ഇപ്പൊ വനിതാ ലീഗായിട്ട് എന്റെ സംഘടനക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇങ്ങനെ ഒരു അതൃപ്തിയുണ്ട്, വനിതാ ലീഗിനെ പരിഗണിച്ചിട്ടില്ല. വന്നതിന് ശേഷം താങ്കളുമായി സംസാരിച്ചിട്ടുണ്ടോ? പട്ടിക വന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞ പ്രഷർ ടാക്ടിക്സ് ഒന്നും ഞങ്ങൾ നടത്താറില്ല. പ്രഷർ പൊളിറ്റിക്സും ഞങ്ങൾക്ക് ആവശ്യമില്ല.